മാറ്റിനിയുടെ ഫിലിം ബൈ എന്ന പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ന് ഈ ഒരു പൈൻ കാടിൻ്റെയൊക്കെ അല്ലെങ്കിൽ പൈൻ മരങ്ങളുടെയൊക്കെ ഇടയിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ ആഗ്രഹം വരുന്ന ഒരു ഡയറക്ടറെ കുറിച്ചാണ്. ഒരുപക്ഷെ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്ന പേരിന് അർഹനായിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് IV ശശി എന്നാണ്. ഇരിപ്പം വീട്ടിൽ ശശിധരൻ. 1947 വെസ്റ്റ് ഹില്ല്, നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലാണ് IV ശശി ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ചിത്രകലയിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷം ആർട്ട് ഡയറക്ടർ ആവണമെന്നൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് സിനിമയിൽ എത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ഉദയ സ്റ്റുഡിയോയുടെ ഗേറ്റിനടുത്ത് പോയി നിന്ന് സിനിമയുടെ ഷൂട്ടിങ് കാണാനൊരു ശ്രമം നടത്തുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അദ്ദേഹത്തെ അകത്തേക്ക് കടത്തി വിടാതിരിക്കുകയും അദ്ദേഹം എത്തി വലിഞ്ഞ് സിനിമയുടെ ഷൂട്ടിങ് കാണാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം മൂലം നോക്കാൻ ശ്രമിച്ചിട്ടും സമ്മതിക്കാതെ നിരാശയോടെ തിരിച്ചു നടക്കുന്ന IV ശശി. പിന്നീട് അദ്ദേഹം കേരളത്തിൽ നിന്ന് നേരെ സിനിമാമോഹമായിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ്. അവിടെ അദ്ദേഹത്തിന് കൈമുതലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് ചിത്രകലയാണ്. അതേപറ്റി പിന്നീട് പല ഡയറക്ടേഴ്സും അറിയാവുന്ന ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്, ഒരുപക്ഷെ IV ശശി മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ളൊരു ഡയറക്ടർ ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി മാറിയനെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ പ്രശസ്തനായിട്ടുള്ള സകലകലാ വല്ലഭൻ എന്നറിയപ്പെടുന്ന തിക്കുറിശ്ശിയുടെ അടുത്ത് ചെല്ലുകയും അവിടെ അദ്ദേഹം ചെയ്തത് തിക്കുറിശ്ശി എന്ന് പറയുന്ന ആ പേര് നഗ്നയായ സ്ത്രീകളുടെ ചിത്രം കൊണ്ട് തിക്കുറിശ്ശി എന്നെഴുതി അദ്ദേഹം തിക്കുറിശ്ശിക്ക് കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് തിക്കുറിശ്ശിയും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാകുന്നത്. തിക്കുറിശ്ശി ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ആ ചിത്രം അദ്ദേഹത്തിൻ്റെ ശേഖരങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ ബന്ധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കൊങ്ങനാട് എന്ന് പറയുന്ന പ്രശസ്തനായിട്ട് മലയാളത്തിലെ അന്നത്തെ ആർട്ട് ഡയറക്ടറുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു തുടങ്ങിയ അദ്ദേഹം അന്ന് ഹരിഹരൻ എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ ഡയറക്ടർ കോഴിക്കോടുകാരാണ്. അവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ചെയ്തിരുന്ന ഒരു കാലം. അപ്പം പിന്നീട് സിനിമകളിൽ അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറായിട്ട് തുടങ്ങി ഹരിഹരൻ്റെ നിർബന്ധം മൂലം ഒരു അസോസിയേറ്റ് ഡയറക്ടർ ലെവലിലേക്ക് ഹരിഹരനൊപ്പം വർക്ക് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നു. ഒരു സിനിമ മറ്റൊരു സിനിമ ചെയ്യാൻ പോകുന്ന സമയത്ത് ഹരിഹരൻ വർക്ക് ചെയ്തിരുന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അങ്ങനെ വിജയ നിർമ്മല എന്ന് പറയുന്ന ഒരു നടിയുടെ ഒരു ഇഷ്ടം മൂലം അല്ലെങ്കിൽ അവരോട് ഉള്ള ഒരു റെസ്പെക്റ്റ് കൊണ്ട് അവർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ കോ ഡയറക്ടറായിട്ട് ആണ് അദ്ദേഹം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് ചില സിനിമകളിൽ ഇൻഡിപെൻഡൻ്റ് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ തൻ്റെ പടം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിലല്ലാതെ 2 സിനിമകൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 2ഉം ഹിറ്റുകളായി മാറി. ആ ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സിനിമ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. 1975 അദ്ദേഹം ഉത്സവം എന്ന് പറയുന്ന സിനിമ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുവരെ നസീറിനെ പോലെയുള്ള മുൻനിര നടന്മാരെ മാറ്റി വെച്ചുകൊണ്ട് അന്ന് താരതമ്യേന വില്ലൻ കഥാപാത്രങ്ങളും ഒരു 2ാം നിര നടനായിട്ടുള്ള KP ഉമ്മറിനെ നായകനായിട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്യുന്നത്. ഷെരീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്ത് ആണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. ഈ ഉത്സവം ഉണ്ടാകുന്നത് ശരിക്കും ഒരു ചെറുകഥയിൽ നിന്നാണ്. ഷെരീഫിൻ്റെ ഒരു ചെറുകഥയിൽ നിന്നാണ് ഉത്സവം എന്ന് പറയുന്ന സിനിമ പിറവിയെടുക്കുന്നത്. ഒരു നാട്ടിൽ ഉണ്ടാകുന്ന ജലക്ഷാമവും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് അതിൻ്റെ ഇതിവൃത്തം. ആ ഉത്സവം എന്ന് പറയുന്ന സിനിമ 1975 റിലീസായത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവർ ആ സിനിമ യാഥാർത്ഥ്യമാക്കിയെടുത്തത്. പിന്നീട് IV ശശി എന്ന് പറയുന്ന ഡയറക്ടർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏകദേശം 47ഓളം സിനിമകളുടെ തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. അനുഭൂതി, അവളുടെ രാവുകൾ, അതിരാത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, അഞ്ജലി,
അനുപമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 47ഓളം സിനിമകൾ. അതൊരു പക്ഷേ ഒരു വിജയ ഫോർമുലയോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ ആയിരിക്കാം. അത് എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തോന്നി. അദ്ദേഹത്തിന് കൃഷ്ണ എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടിയെ നായകനാക്കി കൊണ്ടിരുന്നത് ഐ വി ശശിയാണ്. അങ്ങനെ സുകുമാരൻ, സോമൻ, ജയൻ്റെ അങ്ങാടിയൊക്കെ അന്നത്തെ കാലത്തെ ഭയങ്കരമായിട്ടുള്ള ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളാണ്. ഇതൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ചില സിനിമകൾ, ആവനാഴി അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. മോഹൻലാലിനെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളികളെല്ലാം എക്കാലത്തും ഐ വി ശശിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ നമുക്ക് പറയാനുണ്ടാവും. അവളുടെ രാവുകൾ തൊട്ട് അവളുടെ രാവുകൾ, ഇണ, അങ്ങനെ സിനിമകളൊക്കെ. അതൊക്കെ ശരിക്കും നമ്മൾ ഒരു അടൽട്ടുള്ളി പടം എന്ന് പറയുമ്പോഴും അതിനകത്തൊരു നല്ല ഒരു ഡ്രാമ ആ സിനിമയിലുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ദേവാസുരമാണ്. ആ സിനിമ എന്തുകൊണ്ട് ഇഷ്ടമാകുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമയുടെ ഒരു ക്രാഫ്റ്റ്, രഞ്ജിത്ത് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒപ്പം ഐ വി ശശി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാന് മാത്രം സാധ്യമാകുന്ന സിനിമ. അദ്ദേഹത്തിൻ്റെ പൊതുവേ ഐ വി ശശി സിനിമകളുടെ ഒരു പ്രത്യേകതയാണ് ആൾക്കൂട്ടങ്ങൾ. ഒരു ഉത്സവവും ആൾക്കൂട്ടവും ബഹളവും ഒക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സിനിമ. അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ആർട്ട് ഡയറക്ഷൻ്റെ ഒരു ഭംഗി എല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ട്. എന്തുകൊണ്ട് ദേവാസുരം മികച്ച സിനിമ എന്ന് പറയുന്നത്, പിന്നീട് അദ്ദേഹത്തിന് അതിന് മുകളിലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് നോക്കിയാൽ അതിന് താഴേക്ക് തന്നെയാണ്. അപ്പം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പീക്കിലെത്തിയതിന് ശേഷം പിന്നെയാണ് താഴേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദേവാസുരം ഒരു വൻ ഹിറ്റ് സിനിമയായിരുന്നു അന്നത്തെ. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയത്തിൻ്റെ പെർഫോമൻസ്, നമ്മൾ പറയുന്ന മാടമ്പി സിനിമകളുടെ തുടക്കം ഒക്കെ ദേവാസുരമാണ്. ഒരു മാടമ്പിയായിട്ടുള്ള തൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജ്, അല്ലെങ്കിൽ അത്ര ആരാധ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മകനാണ്, അത്ര ഒരു തറവാടിയാണെന്ന് ഞാൻ അഹങ്കരിക്കുന്ന ഒരു കഥാപാത്രം. ചട്ടമ്പിയാണ്, അല്ലെങ്കിൽ പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറയുന്ന, സ്ത്രീലമ്പടനാണെന്നൊക്കെ പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു നായക സങ്കല്പം. ആ നായക സങ്കല്പത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു നന്മ, അതിനെക്കുറിച്ചൊക്കെയാണ് ആ സിനിമ ചെയ്യുന്നത്. ഈ സിനിമയിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള ഒരു അന്തരം, അവിടെ എവിടെയാണ് ശരി എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ദേവനും അസുരനും, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് ദേവനും അസുരനും എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ വല്ലാത്ത കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ള പെരിങ്ങോടർ എന്ന് പറയുന്ന കഥാപാത്രം രണ്ട് സീനിലേ വന്നു പോകുന്നുള്ളൂ. പക്ഷേ ആ സിനിമ നമ്മൾ കാണുമ്പോൾ കണ്ടിട്ടുള്ള എല്ലാവരുടെയും ഉള്ളിൽ കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു സീനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടും ആ സുഹൃത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ആ ഒരു സീനൊക്കെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നന്മയെ കാണിക്കുന്നത്. ആ സിനിമയിലെ മറ്റൊരു പ്രത്യേകത സ്ത്രീ കഥാപാത്രമാണ്. ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം അവിടെയുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള തൻ്റേതായിട്ടുള്ള നിലപാടുകളുള്ള രേവതി ചെയ്യുന്ന കഥാപാത്രം. അതുപോലെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രങ്ങൾ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നായകനെ പൊക്കുന്നതിനോടൊപ്പം തന്നെ ഈക്വൽ ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ട് മുണ്ടക്കൽ ശേഖരൻ എന്ന് പറയുന്ന നെപ്പോളിയൻ ചെയ്യുന്ന കഥാപാത്രത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുണ്ടക്കൽ ശേഖരനും മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള പോരിൻ്റെ കഥയാണത്. ഏഴിലക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെയും മുണ്ടക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെയും കഥയാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു വലിയ ചട്ടമ്പിയായിരുന്ന, വളരെ തോന്നിവാസിയായിരുന്ന ഒരു ആൾ, അയാളുടെ അത്രകാലം ഞാൻ കണ്ടിരുന്ന ആൾ തൻ്റെ അച്ഛനല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ അയാളുടെ ഉള്ളിലെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനുണ്ടാകുന്ന പരിവർത്തനം, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. അത് വളരെ മൈന്യൂട്ടായിട്ട് ഒരു പെട്ടെന്നുള്ളൊരു മാറ്റമല്ലാതെ ക്രമികമായിട്ടുള്ളൊരു മാറ്റം ആ സിനിമയിൽ നമുക്ക് കാണാം. മുണ്ടക്കൽ ശേഖരനും മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള വൈര്യം
അവസാനിക്കുന്നത് മുണ്ടക്കൽ ശേഖരൻ്റെ കൈ വെട്ടിയെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മാറ്റമാണ് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു നായകൻ്റെ വളർച്ചയും തുടർന്നുള്ള സംഭവവികാസങ്ങളുമൊക്കെ തന്നെയാണ് ആ സിനിമ പറയുന്നത്. എന്തുകൊണ്ടോ അതിൻ്റെ മേക്കിംഗ് കൊണ്ടും ആ ഒരു കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടും നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട്, ഒരു ക്ലാസിക്കൽ സിനിമയായിട്ട് ദേവാസുരം മാറി എന്നുള്ളത് IV ശശി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. അതാണ് ഒരു മാടമ്പി സിനിമകളുടെ, മോഹൻലാലിൻ്റെ ഒരു കൂട്ടം സിനിമകൾ പിന്നീട് ഷൈജ കൈലാസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ആരംഭം ദേവാസുരം എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ IV ശശി എന്ന് പറയുന്ന ഡയറക്ടറെ പറയാൻ ഇത്രയും സമയമൊന്നും പോരാ. 170ഓളം സിനിമകൾ 1979 അദ്ദേഹത്തിൻ്റെ 12 സിനിമകൾ റിലീസായിട്ടുണ്ട്. ഒരു വർഷം 12 സിനിമകൾ ചെയ്ത് റിലീസാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇരിപ്പം വീട്ടിൽ ശശിധരനെക്കുറിച്ച് അദ്ദേഹം സിനിമാറ്റോഗ്രാഫിയും ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടറോടൊപ്പം ക്യാമറമാനായിട്ടും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സർവകലാ വല്ലഭൻ എന്ന് പറയാവുന്ന മലയാളം കണ്ട സൂപ്പർ സ്റ്റാർ ഡയറക്ടറായിട്ടുള്ള ശ്രീ IV ശശിയെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എങ്കിലും ഇത്രയൊക്കെയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ IV ശശിയെ പറ്റിയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്.